56 വർഷം മുൻപുണ്ടായ വിമാനാപകടത്തിൽ കാണാതായ പത്തനംതിട്ട സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ ഇതേ വിമാനത്തിൽ നിന്ന് കാണാതായ മറ്റുള്ളവരുടെ ബന്ധുക്കളും വിവരങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ്. കോട്ടയം ഇത്തിത്താനം സ്വദേശിയായ കെ രാജപ്പനെ കുറിച്ചുള്ള വിവരമറിയാൻ സൈന്യത്തെ ബന്ധപ്പെടുമെന്ന് സഹോദരൻ മണിയപ്പൻ പറയുന്നു. ടോബി ജോൺസന്റെ റിപ്പോർട്ട്. 1968 സൈനിക വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ മലയാളികൾ മരിച്ചിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസം തോമസ് ചെറിയാൻ എന്ന് പറയുന്ന പത്തനംതിട്ട സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. എന്തായാലും അന്ന് അപകടത്തിൽപ്പെട്ട കോട്ടയം സ്വദേശിയായിട്ടുള്ള കെ രാജപ്പന് വേണ്ടി കുടുംബം കാത്തിരിക്കുകയാണ്. എന്നോടൊപ്പം രാജപ്പന്റെ സഹോദരൻ തന്നെ ചേരുന്നുണ്ട്. ഈ വാർത്ത അറിഞ്ഞിരുന്നോ? ഇന്നലെ പത്തനംതിട്ടക്കാരൻ ഒരുത്തിന്റെ ബോഡി കിട്ടിയപ്പോഴാണ് വിവരം അറിയുന്നത്. ബാക്കി വിവരങ്ങളൊക്കെ ഇന്നത്തെ പേപ്പറിലൂടെ അറിയുന്നത്. മുൻപ് ഇതിനെക്കുറിച്ച് വല്ല വിവരങ്ങളൊക്കെ സൈന്യം സംസാരിച്ചിരുന്നോ? 2019 ചന്ദ്രതുങ്കി എന്ന പർവ്വതാരോഹണക്കാര് പരിശീലനത്തിന് കയറിയപ്പോഴാണ് ഈ പ്ലെയിൻ്റെ നമ്പർ കിട്ടുന്നത്. അപ്പോൾ സൈന്യത്തെ അവർ അറിയിച്ച്, സൈന്യത്തിന് വിവരം അറിയിച്ച പ്രകാരം അവർ അന്വേഷിച്ചപ്പോൾ പ്ലെയിൻ ഇവർ സഞ്ചരിച്ചിരുന്ന 103 പേരുമായിട്ട് പോലെ സൈനിക വിമാനമാണ് പറഞ്ഞു. അവരുടെ അന്വേഷണത്തിൽ ഒരു പൈലറ്റിൻ്റെ ബോഡി അന്ന് കിട്ടി. അപ്പോൾ അതിനകത്ത് ഉള്ള ബോഡി ഒന്നും പോയിട്ടില്ല, അഴുകാതെ അതിനകത്ത് ഐസിനകത്തല്ല ഇരിക്കും. അപ്പോൾ കിട്ടുമ്പോൾ അറിയിക്കാമെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു അന്ന് പോയെന്ന് ഓർക്കുന്നുണ്ടോ? 25-ാമത്തെ വയസ്സിലാണ്. അടുത്ത ലീവിന് വരുമ്പം വിവാഹത്തിനെ പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞ് പോയത്. എത്ര തവണ വന്നിരുന്നു സൈന്യത്തിൽ പോയതിനു ശേഷം? 5 തവണ. 5 വർഷം സർവീസിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ വർഷവും 2 മാസത്തെ ലീവ് വീതം കിട്ടുമായിരുന്നു. അങ്ങനെ 5 പ്രാവശ്യം വന്നു. അന്ന് കൊടുത്ത വാർത്തയുടെ ചില വിവരങ്ങൾ കൂടി ഇതിനോടൊപ്പം അന്ന് വന്ന പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. അന്ന് ഇത് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. ഇത് കുറച്ചുനാൾ മുമ്പുള്ള 2004 പത്രമാണ്. 2004 പത്രമാണ്. അന്ന് ഇതുപോലൊരു വാർത്ത കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത അന്ന് കൊടുത്തിരുന്നു. എന്തായാലും ഇതിനൊരു മറുപടി സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഇപ്പോഴുള്ളത്.